പിണറായി വിജയൻ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ഇതേ നിയമസഭയിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് RSSന്റെ സഹായത്തോടെ 1977 നിയമസഭയിൽ എത്തിയത് പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് അംഗം മാത്യു കൊളനാടൻ ആരോപിച്ചു. ചരിത്രം പറയാനാണെങ്കിൽ ഒരേ ഒരു വരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം. ചരിത്രത്തില് RSSുമായി സംഘപരിവാറുമായി ആർക്കാണ് ബന്ധമെന്ന് അന്വേഷിച്ചാൽ സാക്ഷാൽ 1977 സാക്ഷാൽ പിണറായി വിജയൻ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ഇതേ നിയമസഭയിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചരിത്രത്തിലേക്ക് കടക്കാൻ ആളല്ല, ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ അന്വേഷണ ഏജൻസികളില്ല. ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയതിൻ്റെ കാരണം എന്താണെന്ന് അത് സംബന്ധിച്ച് ഉത്തരവിൽ പറയുന്നില്ലെന്നും കൊളനാടൻ പറഞ്ഞു. ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ ആസ്പദമായ സംഭവം നേരത്തെ തന്നെ നടന്നതാണ്. ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവർ തന്നെ അത് വിളിച്ചു പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിന് തലേ ദിവസം വരെ എന്നാൽ സർക്കാർ ADGPക്കെതിരെ നടപടിയെടുത്തില്ല. എന്തിനാണ് CPM RSSന് കീഴ്പ്പെടുന്നതെന്ന് സാധാരണ സഖാക്കൾ ചിന്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. 2024 ജനുവരി 31 മുതൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തല പ്രധാനമന്ത്രി മോദിയുടെ കക്ഷത്തിലാണ്. SFIO അന്വേഷണം കഴിഞ്ഞ 8 മാസമായി SFIO അന്വേഷണം നടക്കുന്നു. എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വരാത്തത്? കൊളനാടൻ ചോദിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ട കേന്ദ്ര സർക്കാരിന് എന്താണ് പ്രളയം പോലെ തെളിവുണ്ടായിട്ടും പിണറായി വിജയനെതിരെ നടപടിയെടുക്കാത്തതെന്നും കൊളനാടൻ ചോദിച്ചു. ഈ ചെയിൻ ഓഫ് ഈവന്റ്സ് എന്തിനു വേണ്ടി നിരവധി സഖാക്കന്മാരെ വെട്ടിക്കൊന്ന RSSന്റെയും സംഘപരിവാറിന്റെയും കീഴിൽ ഈ പാർട്ടി അടിയറ വെച്ച് ഈ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും ചോർത്തിക്കളഞ്ഞത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർ. ഈ SFI അന്വേഷണം പുറത്തു വരാൻ പോകുന്നില്ല. അതിന്റെ 8 മാസം കഴിഞ്ഞില്ലേ? നിങ്ങൾ ആരും എന്തേ അന്വേഷിക്കാത്ത, എന്തേ നടപടി വരാത്ത? ഈ 3 ഹൈക്കോടതികൾ തള്ളിക്കളഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ, ഞാൻ ചോദിക്കട്ടെ, ഈ ഡൽഹി ഭരിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ ജയിലിലിട്ട BJP സർക്കാരിന് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചാൽ ചുറ്റുമുള്ള എവിഡൻസ് പ്രളയം പോലെ എവിഡൻസ് ആണ്. പ്രളയം പോലുള്ള എവിഡൻസ് ചുറ്റുമുള്ളപ്പോഴും കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അങ്ങ് പ്രസംഗിച്ചോ? ഈ ചന്ദ്രശേഖരൻ അങ്ങ് പ്രസംഗിച്ചോ? 11